ഇനി നമുക്ക് അടുത്തത് എന്ത് ഡെറിവേറ്റീവ് കാണാനുള്ള ജനറൽ ഫോർമുലാസ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഹെഡിങ് കാൽക്കുലേഷൻ ഓഫ് ദി എന്ത് ഡെറിവേറ്റീവ്, കാൽക്കുലേഷൻ ഓഫ് ദി എന്ത് ഡെറിവേറ്റീവ്, സം സ്റ്റാൻഡേർഡ് റിസൾട്ട്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ചെണ്ണത്തിൻ്റെ കാൽക്കുലേഷൻ ഓഫ് ദ എന്ത് ഡെറിവേറ്റീവ് സം സ്റ്റാൻഡേർഡ് റിസൾട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ടേമുകളുടെയൊക്കെ ഇപ്പം റേസ് ടു എൻ വരുന്നത്, പിന്നെ ലോഗരിതം, സൈന്, കോസ് അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനുകളുടെയൊക്കെ എന്ത് ഡെറിവേറ്റീവിൻ്റെ ജനറൽ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്ത് വെക്കുവാണെങ്കിൽ, ആ ഫോർമുല കാണാതെ പഠിക്കുവാണെങ്കിൽ എന്ത് ഡെറിവേറ്റീവ് ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അതിനു വേണ്ടി അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് y ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് നമുക്ക് y ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി റേസ് ടു എം എന്നുള്ള ഫംഗ്ഷൻ. എക്സ് റേസ് ടു എം ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എം എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 1 ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത്, അല്ലേ? എക്സ് റേസ് ടു എം ആണെങ്കിൽ എം എക്സ് റേസ് ടു എം മൈനസ്. അപ്പോൾ ഇത് എ എക്സ് പ്ലസ് ബി ആയതുകൊണ്ട് എക്സിന് പകരം എ എക്സ് പ്ലസ് ബി ആയതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് y1 എന്ന് കൊടുക്കുവാണെങ്കിൽ അത് എം എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 1. എക്സ് റേസ് ടു എം ആയിരുന്നുവെങ്കിൽ എം എക്സ് റേസ് ടു എം മൈനസ് 1 വരും. ഇവിടെ എക്സ് അല്ല, എ എക്സ് പ്ലസ് ബി ആയതുകൊണ്ട് എന്തും കൂടെ വരും, എക്സിൻ്റെ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവും കൂടെ വരികയല്ലേ. അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ, ബിയുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ എന്നും കൂടെ കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 1 വരും. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുവാണെങ്കിൽ എങ്ങനെ വരും, എ എം കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു എം മൈനസ് 1 എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 2 ഇൻറ്റു എ എന്ന് വരികയല്ലേ. അതായത് നമ്മൾ ആദ്യം എ എക്സ് പ്ലസ് ബി ഓൾ റേസ് ടു എമ്മിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. എ എക്സ് പ്ലസ് ബി ഓൾ റേസ് ടു എമ്മിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എം ഇൻറ്റു എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 1 ഇൻറ്റു എ എന്നായിരുന്നു. ഇൻറ്റു എ വന്നത് ഇത് എക്സ് റേസ് ടു എമ്മിന് പകരം എ എക്സ് പ്ലസ് ബി ആയതുകൊണ്ട് ആ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ എടുത്തു. എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ അത് എ ആണ്. അപ്പോൾ അത് നമുക്ക് എം ഇൻറ്റു എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 1 എന്ന് കിട്ടും. അപ്പം ഇനി നമ്മൾ y2 എന്ന് പറയുന്നത് എന്താ, y1 ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് y2. അപ്പോൾ y2 ഈസ് ഈക്വൽ ടു, അതിൻ്റെ അകത്ത് എമ്മും എയും കോൺസ്റ്റൻ്റ് ആണ്, എ എം ഇൻറ്റു, ഇനി ഇത് എക്സ് റേസ് ടു എം മൈനസ് 1 ഫോമിലായതുകൊണ്ട് എം മൈനസ് 1 എക്സ് റേസ് ടു എം മൈനസ് 2 എന്ന് എഴുതും. അപ്പോൾ എം മൈനസ് 1 എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് അല്ലാത്തത് കൊണ്ട് എ എക്സ് പ്ലസ് ബി. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, എം ഇൻറ്റു എം മൈനസ് 1 എ സ്ക്വയർ എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 2 എന്ന് കിട്ടി. നമുക്ക് y3 കൂടെ എടുത്തിട്ട് ജനറൽ പാറ്റേൺ നമുക്ക് മനസ്സിലാവും. എം ഇൻറ്റു എം മൈനസ് 1 എ സ്ക്വയർ, ഇനി എന്ത് വരും, എം മൈനസ് 2 എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 3 ഇൻറ്റു എ എന്ന് വരില്ലേ. എം ഇൻറ്റു എം മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ വരെയുള്ള ടേമുകളെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എം ഇൻറ്റു എം മൈനസ് 1 എ സ്ക്വയർ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 2 എന്നുള്ള ടേമിൻ്റെ ഡെറിവേറ്റീവാണ്. അതപ്പോൾ എം മൈനസ് 2 എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എം മൈനസ് 1 എം മൈനസ് 2 എ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എ ക്യൂബ് എ എക്സ് പ്ലസ് ബി റേസ് ടു എം മൈനസ് 3 എന്ന് വന്നു. അപ്പോൾ നമ്മൾ ജനറലി നമ്മൾ നോക്കുവാണെങ്കിൽ y1 വന്നപ്പം എയുടെ പവർ 1, y2 വന്നപ്പം എയുടെ പവർ 2, 3 വന്നപ്പം എയുടെ പവർ 3. അപ്പോൾ yn നമ്മൾ ജനറലി എന്ത് ഡെറിവേറ്റീവ് എടുക്കുവാണെങ്കിൽ അവിടെ എ റേസ് ടു എൻ വരും. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു എം മാത്രമേ ഉള്ളൂ, ഇവിടെ എമ്മും എം മൈനസ് 1 വന്നു, ഇവിടെ എമ്മും എം മൈനസ് 1 എം മൈനസ് 2 വന്നു, 3 വന്നപ്പം എം മൈനസ് 2 വരെ. അപ്പോൾ എൻ വരുമ്പം എം ഇൻറ്റു എം മൈനസ് 1 എം മൈനസ് 2 അപ് ടു എം മൈനസ് ഓഫ് എൻ മൈനസ് 1 വരും, അല്ലേ? അപ്പോൾ അത് എം മൈനസ് 1 എം മൈനസ് എക്സെട്ര എം മൈനസ് എൻ മൈനസ് 1. പിന്നെ ഇവിടെയോ എ എക്സ് പ്ലസ് ബി, ഇവിടെ എം മൈനസ് 1 ഇവിടെ എം മൈനസ് 2, അപ്പോൾ ഇത് എം മൈനസ് 3. അപ്പം ജനറലി അത് എം മൈനസ് എൻ വരും. Therefore, in general,
ഇൻ ജനറൽ വൈ എൻ ഇസ് ഈക്വൽ ടു, ഇവിടെ 3ക്ക് പകരം നമ്മൾ n കൊടുക്കുവാണെങ്കിൽ m-1 m-2 എക്സെട്ര m- ഓഫ്, നമ്മൾ 3ക്ക് ആണെങ്കിൽ 2 എന്ന് പറയുന്നത് 3-1, ഇവിടെ 2 ആയിരുന്നു, അപ്പോൾ m-1 വരെയാണ്. 1 എന്ന് പറയുന്നത് എന്താണ്? n-1 ആണ്. അപ്പം അത് m-1 ഇൻറ്റു എ റേസ് ടു n വരും അല്ലേ. 3 ആയിരുന്നപ്പം 3 ax പ്ലസ് ബി റേസ് ടു m-n എന്ന് വരുമല്ലോ. ജനറലി നമ്മൾ y3യും y2 നോക്കിയിട്ട് നമ്മളതിനെ എന്ത് ഡെറിവേറ്റീവ് കാണുവാണ്. തേർഡ് ഡെറിവേറ്റീവ് ആയപ്പോൾ m-1 അപ് ടു m-2 ആണ്. അപ്പോൾ എന്ത് ഡെറിവേറ്റീവ് ആകുമ്പോൾ m-1 m-2 m-3 എക്സെട്ര അപ് ടു m-n-1, കാരണം 3 വന്നപ്പോൾ -2 ആണ്, 2 വന്നപ്പോൾ -1, അപ്പം -n ആകുമ്പോൾ n-1 വരും. a റേസ് ടു 3 ആയിരുന്നു ഇവിടെ, അപ്പോൾ a റേസ് ടു n, ax പ്ലസ് ബി റേസ് ടു m-n ഫോമാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് ഇത് എടുക്കുമ്പം ദിസ് ഈസ് ഈക്വൽ ടു m-1 m-2 എക്സെട്ര m-n പ്ലസ് 1 വരുമല്ലോ, a റേസ് ടു n ax പ്ലസ് ബി റേസ് ടു m-n. അപ്പം നമ്മൾ y ഇസ് ഈക്വൽ ടു ax പ്ലസ് ബി ഓൾ റേസ് ടു m എടുക്കുവാണെങ്കിൽ അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഡിറൈവ് ചെയ്തപ്പം m ഇൻറ്റു m-1 ടു m-n പ്ലസ് 1 a റേസ് ടു n ax പ്ലസ് ബി റേസ് ടു m-n എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടി നമുക്കറിയാം 1 to m 1 2 3 എക്സെട്ര അപ് ടു m ടേംസ് മൾട്ടിപ്ലൈ, അത് ഞാൻ സൈഡിൽ നിങ്ങൾ എഴുതണമെന്നില്ല, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n എന്ന് പറയുന്നത് എന്താ? n ഫാക്ടോറിയൽ. ആദ്യത്തെ n ടേംസിൻ്റെ പ്രൊഡക്റ്റാണ് n ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര m-n ഇൻറ്റു m-n പ്ലസ് 1 m-n പ്ലസ് 2 എക്സെട്ര m-2 m-1 m എന്ന് പറയുന്നത് എന്താണ്? അത് m ഫാക്ടോറിയൽ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ്. നമുക്ക് yn-നെ ഒന്ന് ഫാക്ടോറിയൽ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ n ടേംസ് പ്രൊഡക്റ്റ് എടുത്താൽ അതിന് നമ്മൾ n ഫാക്ടോറിയൽ നൊട്ടേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n ടേംസിൻ്റെ പ്രൊഡക്റ്റാണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ m ഫാക്ടോറിയൽ നമ്മൾ m പുറകോട്ട് എടുക്കുക, ഇത് m-1 m-2 എക്സെട്ര അപ് ടു m-n വരെ. അപ്പോൾ 1 തൊട്ട് m-n വരെയുള്ള ടേംസിൻ്റെ അകത്ത് മിസ്സിങ് m ഫാക്ടോറിയൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു m-n പ്ലസ് 1 m-n പ്ലസ് 2 അങ്ങനെ പോയി അതായത് ഇത് m-n പിന്നെ m-n-1 ആണ് m-n പ്ലസ് 1, അടുത്ത് m-n പ്ലസ് 2 അങ്ങനെ അപ് ടു m ടേംസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ m ഫാക്ടോറിയൽ എഴുതാം. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ആദ്യത്തെ ഇത്രയും ടേംസ് എന്ന് പറയുന്നത് എന്താണ്? m-n ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ നമുക്ക് സോ ദിസ് ഈസ് ഈക്വൽ ടു m-n ഫാക്ടോറിയൽ ഇൻറ്റു m-n പ്ലസ് 1 m-n പ്ലസ് 2 എക്സെട്ര m-2 m-1 m ഈസ് ഈക്വൽ ടു m ഫാക്ടോറിയൽ എന്ന് പറയാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ടേംസ് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ടേം അല്ലേ, ഇത്രയും ടേമാണ്. അപ്പോൾ ഈ ഒരു ടേമിനെ ഞാൻ ഈ 6 ആയി വരച്ചേക്കുന്ന ടേമുകളായിരുന്നു നമ്മുടെ y-നില്ലാത്തുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? m-n ഫാക്ടോറിയൽ ഇൻറ്റു ദിസ് ഈസ് ഈക്വൽ ടു m ഫാക്ടോറിയൽ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം? ഇതിന് പകരം m ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ m-n ഫാക്ടോറിയൽ എഴുതാമല്ലോ. അത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം എഴുതിയേക്കുന്നതാണ്. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n ടേംസിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടായിരുന്ന ടേം 1 to m-n ടേമുകളില്ല. ആദ്യത്തെ m ടേംസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അകത്ത് 1 ഇല്ല, 2 ഇല്ല, 3 ഇല്ല, അപ് ടു m-n വരെയുള്ള ടേമുകളില്ല. പിന്നെ m-n പ്ലസ് 1 m-n പ്ലസ് 2 എക്സെട്ര അപ് ടു m വരെയുള്ള ടേമുകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ഒന്ന് എഴുതുവാണെങ്കിൽ 1 to m-n പ്ലസ് 1 m-n പ്ലസ് 2 എക്സെട്ര അപ് ടു m എന്ന് പറയുന്ന m ഫാക്ടോറിയലാണ്.
അതിൽ ഇത്രയും ആദ്യത്തെ m-n ടേംസിന് നമുക്ക് m-nൻ്റെ ഫാക്ടോറിയൽ എഴുതാം. അപ്പോൾ ഇത് m-n ഫാക്ടോറിയൽ ഇൻറ്റു ദിസ് എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് എഴുതാം, y-ൻ്റെ അകത്ത് ഈ ടേമിന് പകരം നമുക്കതിനെ m ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m-n ഫാക്ടോറിയൽ എഴുതാം. ഇതെന്ന് പറയുന്നത് എന്താ, ഇത് ബൈ ഇതായിരിക്കും. Therefore yn is equal to m-n അല്ല m ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ m-n ഫാക്ടോറിയൽ ഇൻറ്റു അല്ലേ, ഈ ഒരു ടേമിന് പകരം m ഫാക്ടോറിയൽ ബൈ m-n ഫാക്ടോറിയൽ ഇൻറ്റു a റേസ് ടു n ax പ്ലസ് b റേസ് ടു m-n എന്ന് പറയാമല്ലോ. അപ്പം നമുക്ക് എന്താ കിട്ടിയത്, അപ്പം നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താ, ഇഫ് y is equal to ax plus b raised to m പവർ m ആണെങ്കിൽ എന്ത് ഡെറിവേറ്റീവ് yn is equal to m ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ m-n ഫാക്ടോറിയൽ a raised to n ax plus b raised to m-n. ഇതാണ് ഫസ്റ്റ് റിസൾട്ട്. y എന്ന് പറയുന്നത് ax plus b raised to m ആണെങ്കിൽ, y എന്ന് പറയുന്നത് ax plus b raised to m ആണെങ്കിൽ yn is equal to m ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ m-n ഫാക്ടോറിയൽ a raised to n ax plus b raised to m-1. ഇതാണ് ഫസ്റ്റ് റിസൾട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കൊറോളറി ആയിട്ട് കിട്ടുന്നതാണ് അടുത്ത റിസൾട്ട്. ഇതിന് അടുത്തത് നമ്മൾ ഈ m is equal to -1 കൊടുക്കുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് if we put m is equal to -1, if we put m is equal to -1 we get അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ax പ്ലസ് ബി റേസ് ടു -1 ax പ്ലസ് ബി റേസ് ടു -1 ആണ് എടുക്കുന്നതെങ്കിൽ, എമ്മിന് പകരം -1 ആണ് വരുന്നതെങ്കിൽ എന്ത് വരും, അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് നമ്മളിവിടെ ഈ ഫോമുല നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, m ഇൻറ്റു m-1 m-2. അപ്പം ഇവിടെ എമ്മിന് പകരം എന്ത് വരും, -1 കൊടുത്താൽ ഇത് -1, അടുത്തത് എന്ത് വരും -2, അടുത്തത് -1 -2 എന്ന് പറയുമ്പോൾ -3. അപ്പോൾ ഇതിനെ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതിനെ 1 എന്നും നമുക്ക് ഇതിനെ 2 എന്നും വിളിക്കാം. ഫ്രം 1 if we put m is equal to -1 we get from 1 ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 1ൻ്റെ ഇക്വേഷന് 1 എന്നുള്ള ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ എമ്മിന് -1 കൊടുത്താൽ ആദ്യത്തെ ടേം -1, അടുത്തത് -1 -1 എന്ന് പറയുമ്പോൾ -2, അടുത്തത് -1 -2 എന്ന് പറയുമ്പോൾ -3. അപ്പോൾ അത് -1 -2 -3. ഇവിടെ എമ്മിന് -1 കൊടുക്കുമ്പം -1 -n +1, അപ്പോൾ -1ഉം +1ഉം കൂടെ പോയി മിച്ചം -n വരും. അപ് ടു -n a റേസ് ടു n ചേഞ്ച് ഒന്നുമില്ല, a റേസ് ടു n ax പ്ലസ് b റേസ് ടു m-n ആയിരുന്നു. m എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കണം, -1 -n. അതായത് നമ്മൾ ചെയ്തത് എന്താ, നമ്മൾക്ക് m is equal to -1 കൊടുക്കുക. m is equal to -1 എന്ന് പറയുമ്പോൾ ax പ്ലസ് ബി റേസ് ടു -1ൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഡിറൈവ് ചെയ്യുക. അപ്പം നമുക്ക് ax പ്ലസ് ബി റേസ് ടു എമ്മിൻ്റെ എന്ത് ഡെറിവേറ്റീവ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തു. എന്നിട്ട് ഇൻ പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ m is equal to -1 കൊടുത്താൽ ഇവിടെ -1, ഇവിടെ -2, ഇവിടെ -3, ഈ മൈനസും ഈ +1ഉം കൂടെ പോയി, അപ്പോൾ ഇത് -n a റേസ് ടു n ax പ്ലസ് ബി റേസ് ടു m-n എന്നുള്ളത് 1 -n വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, നമ്മൾ നോക്കിയേ, -1 -2 -3 -n എല്ലാത്തിൻ്റെ അകത്തും മൈനസ് ഉണ്ട്. അപ്പോൾ എത്ര മൈനസ് വരും, 1 2 3 അപ് ടു n മൈനസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് -1 റേസ് ടു n എന്ന് എടുക്കാമല്ലോ. അപ്പം -1 -2 -3 എക്സെട്ര -n നമുക്ക് -1 റേസ് ടു n എല്ലാത്തിൻ്റെ അകത്തുനിന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ n മൈനസുകൾ വരും. അപ്പോൾ അത് -1 റേസ് ടു n. അടുത്തത് 1 × 2 × 3 × എക്സെട്ര അപ് ടു n എന്ന് പറയുമ്പം അത് n ഫാക്ടോറിയൽ വരും. 1 × 2 × 3 × അപ് ടു n എന്ന് പറയുമ്പം അത് n ഫാക്ടോറിയലാണ്. അടുത്തത് a റേസ് ടു n ax പ്ലസ് ബി റേസ് ടു -1 -n എന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഡിനോമിനേറ്റർ കൊണ്ടുപോകണമെങ്കിൽ പവർ പോസിറ്റീവ് ആയിരിക്കുമല്ലോ, ax പ്ലസ് ബി
റേസ് ടു 1 പ്ലസ് എൻ അല്ലെങ്കിൽ n പ്ലസ് 1 എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് m ഇസ് ഈക്വൽ ടു -1 നമ്മൾ കൊടുത്തപ്പം അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 റേസ് ടു n ഫാക്ടോറിയൽ a റേസ് ടു n ax പ്ലസ് b റേസ് ടു n പ്ലസ് 1. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ കൊറോളറി ആയിട്ട് കിട്ടുന്ന റിസൾട്ടാണ് ഇഫ് y ഇസ് ഈക്വൽ ടു ax പ്ലസ് ബി റേസ് ടു -1. അത് പറയുന്നത് 1 ബൈ ax പ്ലസ് ബി റേസ് ടു -1 എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി ആണെങ്കിൽ അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 റേസ് ടു n ഫാക്ടോറിയൽ a റേസ് ടു n ax പ്ലസ് ബി റേസ് ടു n പ്ലസ് 1. അപ്പോൾ ഈ ഫോർമുലയും കാണാതെ ഓർത്തിരിക്കണം. അതിനെ 3 എന്ന് വിളിക്കുക. വൈയുടെ വാല്യൂ ax പ്ലസ് ബി റേസ് ടു -1 ആണെങ്കിൽ y എന്ന് പറയുന്നത് ax പ്ലസ് ബി റേസ് ടു -1 ആണെങ്കിൽ അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ഡെറിവേറ്റീവ് ആണ് ഇവിടെ ചെയ്യുന്നത് എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 റേസ് ടു n ഫാക്ടോറിയൽ a റേസ് ടു n ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി റേസ് ടു n പ്ലസ് 1 വരും. അടുത്ത് നമുക്ക് ഇതേപോലെ തന്നെ ലോഗരിതത്തിൻ്റെ ഡെറിവേറ്റീവും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തത് y ഇസ് ഈക്വൽ ടു ഇതിന് തന്നെ റിസൾട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് റിസൾട്ടിൽ നിന്ന് ഫോളോ ചെയ്യുന്നതാണ് ഇതെല്ലാം. y ഇസ് ഈക്വൽ ടു ലോഗ് ഇഫ് y ഇസ് ഈക്വൽ ടു ലോഗ് ax പ്ലസ് ബി. y1 എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. പക്ഷേ എക്സിന് പകരം ax പ്ലസ് ബി ആയതുകൊണ്ട് ax പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കൂടെ വരും. അപ്പോൾ അതെന്ത് വരും ഇതെന്ന് പറയുന്നത് a ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി എന്ന് വരും അല്ലേ. a ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി. അപ്പം y1 എന്ന് പറയുന്നത് a ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി ആണ്. നമ്മൾ നേരത്തെ കണ്ടു 1 ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി ആയിരുന്നുവെങ്കിൽ 1 ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി ആയിരുന്നുവെങ്കിൽ അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 റേസ് ടു n ഫാക്ടോറിയൽ a റേസ് ടു n ax പ്ലസ് ബി റേസ് ടു n പ്ലസ് 1 ആണ്. അപ്പം ഇവിടെ 1 ബൈ ax പ്ലസ് ബി നമുക്ക് a ബൈ ax ബി ആകുമ്പോൾ ഒരേ നമുക്ക് പുറത്തെടുത്തിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ a പുറത്തെടുത്താൽ അത് a ഇൻറ്റു 1 ബൈ ax പ്ലസ് ബി ആണ്. അപ്പം ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് a ഇൻറ്റു ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ. അപ്പം ഇതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് yn എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു a എക്സ്ട്രാ വരും. ഇതിൻ്റെ n-1 ഡെറിവേറ്റീവ് അല്ലേ. നമ്മൾ y1 എന്ന് പറയുന്നത് a ഇൻറ്റു ഈ ഫംഗ്ഷനാണ്. y1 എന്ന് പറയുന്നത് a ഇൻറ്റു ദിസ് ഫംഗ്ഷനാണ്. അപ്പോൾ y2 എന്ന് പറയുന്നത് a ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദിസ്സാണ്. y3 എന്ന് പറയുന്നത് ഒരു a നമ്മൾ പുറത്തെടുത്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ y3 എന്ന് പറയുന്നത് a ഇൻറ്റു ഇതിൻ്റെ y2 ആയിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ n-1 ഡെറിവേറ്റീവ് ആയിരിക്കും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഒരു എയും കൂടെ വരും -1 റേസ് ടു n-1. ഇതിൻ്റെ n-1 ഡെറിവേറ്റീവ് വരുള്ളൂ. n-1 ഫാക്ടോറിയൽ a റേസ് ടു n-1 ഡിവൈഡഡ് ബൈ ax പ്ലസ് ബി റേസ് ടു എന്നിന് പകരം n-1. അപ്പോൾ n-1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ n ഇൻറ്റു എയും കൂടെ വരും. കാരണം നമുക്കിവിടെ ഒരു a എക്സ്ട്രാ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലോഗ് ax പ്ലസ് ബിയുടെ എന്ത് ഡെറിവേറ്റീവാണ് നമുക്ക് വേണ്ടത്. അപ്പം ലോഗ് ax പ്ലസ് ബി എന്ന് പറയുന്നത് a ബൈ ax പ്ലസ് ബി. അപ്പം നമുക്കതിനെ a ഇൻറ്റു 1 ബൈ ax പ്ലസ് ബി എന്ന് കിട്ടി. അപ്പം a നമ്മൾ പുറത്തെടുത്താൽ ഇനി നമുക്ക് എന്താ y2 കാണാൻ വേണ്ടി a പുറത്തെടുത്തിട്ട് 1 ബൈ ax പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പം y2 എന്ന് പറയുന്ന ആക്ച്വലി എന്താ ഇവിടുത്തെ a ഇൻറ്റു y1 ആണ്. ഇനി ഇവിടുത്തെ y3 എന്ന് പറയുന്ന a ഇൻറ്റു y2 ആണ്. അപ്പോൾ ഇവിടുത്തെ yn എന്ന് പറയുന്നത് എന്താ a ഇൻറ്റു ഇതിൻ്റെ yn-1 അതാണ് ചെയ്തേക്കുന്നത് a ഇൻറ്റു yn-1. സോ ദിസ് ഈസ് ഈക്വൽ ടു -1 റേസ് ടു n-1 n-1 ഫാക്ടോറിയൽ a റേസ് ടു n ax പ്ലസ് ബി ഓൾ റേസ് ടു n എന്ന് വരും. ഇതാണ് ലോഗ് ax പ്ലസ് ബിയുടെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. നമുക്കൊന്നും കൂടെ റിസൾട്ടായിട്ട് എഴുതാം. ഇഫ് y ഈസ് ഈക്വൽ ടു ലോഗ് ax പ്ലസ് ബി
yn is equal to -1 raised to n minus 1 n minus 1 factorial a raised to n ax plus b raised to n. ഇതാണ് മൂന്നാമത്തെ റിസൾട്ട്. അപ്പം നമ്മൾ 3 റിസൾട്ടാണ് ഇവിടെ, എല്ലാം ഒന്നിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. y is equal to ax plus b raised to m ആണെങ്കിൽ, y is equal to ax plus b raised to m ആണെങ്കിൽ അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് m ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m മൈനസ് n ഫാക്ടോറിയൽ a raised to n ax plus b raised to m മൈനസ് n എന്ന് കിട്ടി. അവിടെ എമ്മിന് -1 കൊടുക്കുമ്പോഴാണ് നമുക്ക് എ എക്സ് പ്ലസ് ബി റേസ് ടു -1 അല്ലെങ്കിൽ 1/ax പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് -1 റേസ് ടു n n ഫാക്ടോറിയൽ എ റേസ് ടു n എ എക്സ് പ്ലസ് ബി റേസ് ടു n പ്ലസ് 1 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് yn കിട്ടി. yn കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ, ലോഗിൻ്റെ വേണം. ലോഗിൻ്റെ കാണാൻ വേണ്ടി y1 ചെയ്യുമ്പോൾ നമുക്ക് a ഇൻറ്റു 1/ax പ്ലസ് ബി. അപ്പോൾ y1 എന്ന് പറയുന്നത് a ഇൻറ്റു മറ്റേ y ആ, ay ഇതിനെ നമ്മൾ y ആയിട്ട് വിളിക്കുവാണെങ്കിൽ, ഇതിനെ നമ്മൾ y ആയിട്ട് വിളിക്കുവാണെങ്കിൽ അത് a ഇൻറ്റു y ആണ്. അപ്പോൾ ഇതിൻ്റെ y2 എന്ന് പറയുന്നത് a ഇൻറ്റു മറ്റേതിൻ്റെ y1. അപ്പോൾ yn എന്ന് പറയുന്നത് a ഇൻറ്റു മറ്റേതിൻ്റെ yn-1 ആണ്. അതാണ് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇത് കിട്ടി. അപ്പോൾ ഇത് ചെയ്യുന്ന ഈ റിസൾട്ടുകളെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ യൂസ് ഉള്ളതാണ്. അപ്പോൾ ഈ റിസൾട്ട് കാണാതെ പഠിക്കണം. ഈ 3 റിസൾട്ടും, ഈ ബോക്സിലിട്ടേക്കുന്ന 3 റിസൾട്ടും കാണാതെ പഠിക്കണം. കാരണം നമുക്കിപ്പോൾ പ്രോബ്ലം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണേൽ ചോദിക്കാം, ഫൈൻഡ് ദ എന്ത് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് 3x പ്ലസ് 4. ലോഗ് 3x പ്ലസ് 4 എന്ന് പറയുമ്പം നമ്മൾ ജനറലി എന്ത് ചെയ്താൽ മതി, ലോഗ് ax പ്ലസ് ബിയുടെ എന്ത് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല ഇതാന്ന് പറയുക. എന്നിട്ട് എക്ക് പകരം 3യും ബിക്ക് പകരം 4ഉം കൊടുത്തു കഴിയുമ്പോൾ ആൻസർ ആകും. അതുപോലെ തന്നെ 1/3x പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ 2x മൈനസ് 3 അതിൻ്റെ ഓൾ റൈസ് ടു എമ്മിൻ്റെ എന്ത് ഡെറിവേറ്റീവ് കാണാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഫോർമുലയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർമുല കൃത്യമായിട്ട് പഠിച്ചിരിക്കണം.